ഹലോ ഗൈസ്, ഞാൻ ആദ്യമായി തുടങ്ങുന്ന യൂട്യൂബ് ചാനലാണിത്. ഞാനൊരു ജ്വല്ലറി ആർട്ടിസൻ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെ വർക്കാണ് ജ്വല്ലറിയിൽ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അങ്ങനെയാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് തന്നെ. എൻ്റെ ചാനലിൻ്റെ പേര് ലൈഫ് ക്രാഫ്റ്റഡ് ബൈ ഗീതു. നമ്മുടെ ചാനലിൽ ഞാൻ ആദ്യമായി തന്നെ അരിമണി കൊണ്ട് അഥവാ നെല്ല് കൊണ്ട് ഒരു കമ്മൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇടുന്നത്. അതിനെന്തൊക്കെ ആവശ്യമായ മെറ്റീരിയൽസാണ് വേണ്ടതെന്ന് നോക്കാം. ക്യാൻവാസ് വേണം, ഗമ്മ് വേണം, ഇയറിംഗ് ആണി വേണം, പിന്നെ സെൻറ്ററിൽ വയ്ക്കാൻ ഈവിളൈ ബീഡ് വേണം, പിന്നെ നമ്മുടെ മെയിൻ സാധനം അരിമണി അഥവാ നെല്ല്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായി തന്നെ ക്യാൻവാസ് റൗണ്ടിൽ വെട്ടിയെടുക്കണം. അത് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ വലിപ്പത്തിലും വെട്ടിയെടുക്കാം. റൗണ്ടോ സ്ക്വയറോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും വെട്ടിയെടുക്കാം. ശേഷം ഗമ്മ് തേക്കണം. പിന്നെ നമ്മുടെ അരിമണി അഥവാ നെല്ല് അതിൽ റൗണ്ടിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒട്ടും ഈസി അല്ല കേട്ടോ. അരിമണി ക്യാൻവാസിൽ ഒട്ടിക്കാൻ ഒട്ടും ഈസി അല്ല. അടുത്ത വീഡിയോയിൽ അരിമണി എങ്ങനെ ഈസിയായി ക്യാൻവാസിൽ ഒട്ടിക്കുക എന്നുള്ള വീഡിയോ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. സെക്കൻഡ് റൗണ്ടിൽ ഇതുപോലെ തന്നെ ഗമ്മ് റൗണ്ടിൽ വെച്ചിട്ട് അരിമണി ഒട്ടിക്കണം. വളരെ സ്ലോ ആയി വേണം ചെയ്യാൻ. അതിൻ്റെ ഷേപ്പ് മാറാതെ നോക്കണം. രണ്ടാമത്തെ റൗണ്ടും കഴിഞ്ഞ ശേഷം സെൻറ്ററിൽ നമുക്ക് ഈവിളൈ ബീഡ് വെച്ച് കൊടുക്കാം. ഈവിളൈ ബീഡ് തന്നെ വേണമെന്നില്ല. ഞാനിപ്പോൾ ഈവിളൈ ബീഡ് എടുത്തതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല ഭംഗിയുള്ള ഏത് ബീഡ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് സെയിം സൈസിൽ ഒരു റൗണ്ട് കൂടി വെട്ടിയെടുക്കണം. ശേഷം ഇയറിംഗ് ആണി സെൻറ്ററിൽ വെച്ച് പ്രസ് ചെയ്ത് ലോക്കാക്കുക ഇതുപോലെ. എന്നിട്ട് ഇതിലും നന്നായി ഗമ്മ് തേക്കണം. പിന്നെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഇയറിംഗ് ബേസിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇത് വളരെ സമയമെടുത്ത് ചെയ്യണം കേട്ടോ. നന്നായി ഗമ്മ് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇത് തൊടാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പെട്ടെന്ന് എടുത്തതാണ്. നിങ്ങളങ്ങനെ ചെയ്യരുത്. ഫൈനൽ റിസൾട്ട് കണ്ടോ? എങ്ങനെയാണ്? കൊള്ളാവോ? അരിമണി കമ്മൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്കും കമൻസും ഇടണം കേട്ടോ. ഷെയറും ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.